Okay, take page number 32. Okay. So in this lesson we shall study about mouse. What is the meaning of mouse? Mouse എന്ന് പറഞ്ഞാൽ എന്താണ്? എലി അല്ലേ? പിയോൺ എന്തിനാ കൈ പൊക്കുന്ന മോളെ? കുഞ്ഞെന്തിനാ കൈ പൊക്കിയേ? Wait a minute. I will unmute you. മുത്തെന്തിനാ കൈ പൊക്കിയേ? നാലാം പാഠം നമ്മൾ കഴിഞ്ഞതല്ലേ മോളെ? അഞ്ചാം പാഠാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. എന്താ മറ്റേ പേജ് നമ്പർ 28 ഇനി എന്താ എടുക്കാനുള്ളേ? ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ അയച്ചു തന്നതല്ലേ മുത്തേ? അത് മോളൊന്ന് എഴുതിയില്ലായിരുന്നോ? മോളൊന്ന് ആബ്സെന്റ് ആയിരുന്നോ ക്ലാസ്സില്? പേജ് നമ്പർ 28 fill in the blanks with the help of the given words എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചെയ്തതല്ലേ മക്കളെ? ചെയ്തതല്ലേ മുത്തേ? ഓക്കെ, ചെയ്തില്ലേ ഷഹബറ? പേജ് നമ്പർ 28 വർക്ക് നമ്മൾ ചെയ്തതല്ലേ? ഓക്കെ, പേജ് നമ്പർ 29 വരയ്ക്കുകയൊക്കെ ചെയ്തതല്ലേ? നമ്മൾ കളറൊക്കെ ചെയ്തതല്ലേ? ഇനി ആരാ ചെയ്യാൻ ബാക്കിയുള്ളത്? ചെയ്തു, എല്ലാരും ചെയ്തു അല്ലേ? ഓക്കെ, സോ ഇനി നമ്മൾ പേജ് നമ്പർ 32 ലെസൺ നമ്പർ 5 എടുക്ക. ഷഹബറ എന്തായാലും പറയാനുണ്ടോ മുത്തേ? ഷഹബറ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് വെച്ച മോളെ മ്യൂട്ട് ചെയ്ത് വെച്ചപ്പോ എല്ലാരും കുഞ്ഞിനും 31 നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ല മുത്തേ? ഓക്കെ, ടെസ്റ്റ് അത് നമ്മൾ ചെയ്തില്ലായിരുന്നു അന്ന്? അത് ടെസ്റ്റ് പേപ്പർ നമ്മളുടെ മുൻ ലെസണിൽ ഉള്ളതാണ് കേട്ടോ, മുൻപേ ഉള്ള ലെസണിൽ ഉള്ളതാണ് അത്. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിസ് ഇന്ന് വൈകുന്നേരം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. നമുക്ക് ഇനിയിപ്പോ ഒരു പീരീഡ് മൊത്തം പോകും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ നിന്നാല്. ശരി, നമ്മുടെ പേജ് 32 പോകാം മോളെ. 32 ഓക്കെ. Fun with the mouse. What is the meaning of mouse? Mouse എന്ന് പറഞ്ഞാൽ എന്താണ്? റാറ്റ്, എലി അല്ലേ? Have you seen a mouse in your house and all? How many of you have mouse at home? Fatima Kutti, Fatima KM, are you stuck? Fatima KM, stuck ആയി പോയോ? ശരി, നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ എലി ഉണ്ടോ? എലി? ഓക്കെ, കൊറേ പേരുടെ വീട്ടിലുണ്ടല്ലോ. ഇഷ്ടമാണോ എലീനെ? ഡു യു ലൈക്ക് മൗസ്? ഇല്ലേ? പിന്നെന്തിനാ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നേ ഇഷ്ടമില്ലാത്ത സാധനത്തിനെയൊക്കെ? നമ്മൾ സാധാരണ if you like dog you will keep the dog at home, if you like cat at home you will keep. Then if you like hen or duck or rabbit and all, if you like you will keep it at home. If you don't like, will you keep an elephant at home? എലിഫന്റിനെ വീട്ടിൽ വെക്കുന്നവരുണ്ടോ? ആരെങ്കിലും? നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഇഷ്ടമില്ല അല്ലെ? പേടിയാ അല്ലേ? അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ മൗസിനെ വീട്ടിൽ വെക്കുന്നേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ മൗസിനെ? Then why do you keep a mouse at home? മൗസിനെ പിന്നെ എന്തിനാ വീട്ടിൽ നിർത്തി? ഓടിച്ചു വിടും കേട്ടാ. അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ ഓടിച്ചു കിട്ടും. ഓക്കെ, സോ ഇവിടെ ഇവിടെ പഠിക്കുന്ന മൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് തട്ടുംപുറത്തുള്ള എലി അല്ല, നമ്മൾ കമ്പ്യൂട്ടറിന്റെ മൗസ് ആണ് പഠിക്കുന്നത് അല്ലെ? നിങ്ങളൊക്കെ മൗസ് കണ്ടിട്ടില്ലേ? Have you seen mouse at home? Sorry, have you seen mouse of the computer? ഫാത്തിമ കുട്ടി ഇപ്പൊ സ്റ്റക്ക് ആയിട്ട് നേരെയായോ? ശരി മോളെ, ഇവിടെ നോക്കണേ മുത്തേ, റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? കുഞ്ഞ് സ്റ്റക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറില് ശരിക്കും നോക്കിക്കേ, നിങ്ങളെ പേജ് നമ്പർ 32 ഒരു മൗസിന്റെ പടം തന്നിരിക്കുന്നേ. ശരിക്കും ഒരു എലിയെ പോലെ ഇല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള എലിയെ പോലെ തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് ഈ സാധനത്തിന് മൗസ് എന്ന് പറയുന്നത്. മൗസിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട്, അതായത് എലിയുടെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഈ ഒരു ഡിവൈസിന്
മൗസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ മൗസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. The mouse helps us to tell the computer what to do. ഈ മൗസ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ആരുടെ വീട്ടിലെ കമ്പ്യൂട്ടറും മൗസും ഒക്കെ ഉള്ളു? ഒന്ന് കൈ പൊക്കാവോ നോക്കട്ടെ. ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആരുടെ വീട്ടിൽ കമ്പ്യൂട്ടറും മൗസും ഉണ്ട്? നിവേദ്യ വിനോദിന്റെ വീട്ടിലുണ്ട്, അയാൻ വിജേഷിന്റെ വീട്ടിലുണ്ട്, പിന്നെ ആരാ ദേവർഷയുടെ വീട്ടിലുണ്ടോ? മറ്റേ കുഞ്ഞു കൈ പൊക്കിയായിരുന്നല്ലോ, ഇല്ല. അവിടെ ആദിത്യ അനൂപിന്റെ വീട്ടിലുണ്ട്, അലൻ ജോസഫിന്റെ വീട്ടിലുണ്ട്, നിയാദാസിന്റെ വീട്ടിലുണ്ട്. ഓക്കെ, ഐഫൂന, അഫ്രോസ് ഒക്കെ കൈപൊക്കുന്നുണ്ട്, റസീന്, സേറ, അങ്ങനെ കുറെ പേര് കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ്. ഈ മൗസിനും നിങ്ങളുടെ വീട്ടിലെ തട്ടുംപുറത്തുള്ള മൗസും ഏത്? ഞാൻ ചോദിച്ച മൗസ് കമ്പ്യൂട്ടറിന്റെ മൗസിന്റെ കാര്യം ഇപ്പൊ ചോദിച്ചത് കേട്ടോ, തട്ടുംപുറത്തെ മൗസിന്റെ കാര്യമല്ല, കമ്പ്യൂട്ടർ മൗസിന്റെ കാര്യമാണ്. ഓക്കെ, ഈ കമ്പ്യൂട്ടർ മൗസ് ശരിക്കും കാണുമ്പോൾ നമ്മളുടെ തട്ടുംപുറത്തുള്ള മൗസിനെ പോലെ ഇല്ലേ? ഇതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നേ അറിയാമോ? കമ്പ്യൂട്ടർ ഉള്ള ആളാരാന്ന് പറഞ്ഞത്? അയാൻ വിജേഷൻ. ഇന്ത്യന്റെ അയാൻ വിജേഷൻ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. മുത്തിന്റെ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞേ? കുഞ്ഞൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഈ മൗസ് എന്തിനാ ഉപയോഗിക്കുന്ന മുത്തേ? കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാനാ? ടൈപ്പ് ചെയ്യാനാ? ഗെയിം കളിക്കാനാ? കട്ട് ചെയ്യാനാ? ഓക്കെ, യെസ്. പിന്നെ വേറെ ആരുടെ വീട്ടിലുണ്ടെന്ന് എന്നോട് പറഞ്ഞത്? ഇവിടെ ആരായിരുന്നു പറയുന്നത്? നിവേദിയയുടെ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞ മുത്തേ? കമ്പ്യൂട്ടർ മൗസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. കുഞ്ഞിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ മോളെ, മൗസ് എന്തിനാ ഉപയോഗിക്കുന്നേ? ആരോ നീട്ടാൻ. ഓക്കെ, ഗുഡ്. പിന്നെ ശകപരയുടെ കുഞ്ഞനിയും പാലും കുപ്പിയൊക്കെ ആയിട്ട് വന്നു. ഇനി ആരുടെ വീട്ടിലുള്ളേ? വേറെ ആരാണ്ടൊക്കെ കുറെ പേര് കൈപൊക്കിയായിരുന്നു. അലൻ ജോസഫിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അലൻ ജോസഫേ, മോന്റെ വീട്ടിലെ മൗസ് എന്തിനാ ഉപയോഗിക്കുന്നേ? Correct word is to point out. Mouse is a pointing device used in computer. കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൗസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇവരെ നിങ്ങളൊക്കെ പറഞ്ഞ, എല്ലാരും പറഞ്ഞ ആൻസേഴ്സ് കറക്റ്റ് ആണ് കേട്ടോ. സോ പോയിന്റിംഗ് ഡിവൈസ് ആണ്. A mouse is an important part of the computer. The mouse helps us to tell the computer what to do. ഇപ്പൊ നമ്മൾ ഓരോരുത്തർ മൗസും കൊണ്ട് പോയിട്ട് പോയിന്റ് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യും അല്ലേ? പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് അടുത്ത ക്ലിക്കിലാണ് പിന്നെ അത് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് വാട്ട് കമ്പ്യൂട്ടർ ഹാസ് ടു മീൻസ് ഡയറക്ഷൻ. വി ആർ ഗിവിംഗ് ഡയറക്ഷൻ ഫോർ ദാറ്റ്. ഡയറക്ഷൻ കൊടുക്കുകയാണ്. പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടറിന് ഡയറക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ മൗസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുമൊന്നുമല്ല. മൗസിൽ ഇങ്ങനെ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യും. എന്താണ് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞറിയാമോ? ഒന്ന് ഞെക്കും, അതിനാണ് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. മൗസിൽ പിടിച്ചിട്ട് ഞെക്കും. Those who have mouse at home, after the class just click and see. ക്ലിക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം കയറിയല്ലോ, It also helps us to draw pictures on computer. A mouse usually has the following parts. Mouse ഉപയോഗിച്ച് നമുക്ക് പടമൊക്കെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊണ്ടിട്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ വീട്ടിലുള്ളവരൊക്കെ കമ്പ്യൂട്ടറിൽ പടം വരയ്ക്കാറുണ്ടോ? നിവേദ്യ വിനോദൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പൊ ഏത് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്? കീബോർഡ് ആണോ അതെയോ പിന്നെ എന്താ പ്രിന്റർ ആണോ ഉപയോഗിക്കുന്നത്? എന്താ അതെയോ മൗസ് ആണോ ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുന്നത്? മൗസ് ഉപയോഗിച്ചിട്ട് അല്ലേ? സോ വരയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൗസ്. ഈ മൗസിന് എത്ര ഭാഗങ്ങളുണ്ടെന്ന് നോക്കിയേ, ചിത്രത്തിൽ നോക്കിയേ. 4 parts are there. 4 പാർട്ടില് 4 അല്ല, ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് മൗസിന്റെ നടുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കറുത്ത ഒരു സാധനം ഉണ്ട്. ദാറ്റ് ഈസ് സ്ക്രോൾ വീല്. നിങ്ങൾ ചിത്രത്തിൽ നോക്കണേ. മിസ്സിന് ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ സമയം പോകണം. നിങ്ങൾ ചിത്രത്തിൽ നോക്കാം, അപ്പം കാണാം ഒരു ബ്ലാക്ക് കളറുള്ള സാധനം, സ്ക്രോൾ വീൽ എന്ന് പറഞ്ഞ. കണ്ടല്ലാവരും? If your parent or mummy or if mummy or father is sitting near you, tell them to show scroll wheel.
സ്ക്രോൾ ചെയ്യുന്ന ആ സാധനം കാണിച്ചു തരാൻ പറ മമ്മി അടുത്തുണ്ടെങ്കിൽ. ആ ബ്ലാക്ക് കളറിലല്ലേ, കണ്ടോ? അതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടി 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 വിടുന്ന ഒരു സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് മൗസിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. 2 buttons are there, ലെഫ്റ്റ് ബട്ടൺ ആൻഡ് റൈറ്റ് ബട്ടൺ. ചില ആവശ്യങ്ങൾക്ക് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ചില ആവശ്യങ്ങൾക്ക് നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇതുണ്ട്, മൗസ് ഇങ്ങനെ ഒരു വയർ ഉണ്ട്, ഇതാ ഇതുപോലെ വയർ മൗസും കമ്പ്യൂട്ടറും ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മൗസ് വയർ. കമ്പ്യൂട്ടർ ഓക്കെ, അലൻ ജോസഫ് ഈസ് ഷോയിങ്. കാണാൻ പറ്റുന്നുണ്ട്? ഒന്നുകൂടെ കാണിച്ച മോനെ അലൻകുട്ട. ആ മൗസ് ഒന്ന് റേസ് ചെയ്ത് പൊക്കിയെടുത്തേ. അല്ല, ഞാൻ ലാപ്പിലായതുകൊണ്ട് എന്റെ അടുത്ത് മൗസ് ഇല്ല. മോനെ ഇച്ചിരൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പിടിക്കണം. മൊത്തം തിരിച്ചു പിടിക്കും. ഓക്കെ, കാണാൻ പറ്റുന്നവരൊന്ന് നോക്കുക. മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഉണ്ട്, പിന്നെ രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് ബട്ടൺ ആൻഡ് ലെഫ്റ്റ് ബട്ടൺ ഈസ് ദർ. പിന്നെ നമ്മുടെ മൗസിന്റെ വയർ, അതായത് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന വയർ. ഇത്രയും സംഭവങ്ങളുണ്ട്. ഓക്കെ, ശരി, വെരി ഗുഡ്, കീപ് ഇറ്റ്. താഴെ വെച്ച മൊത്തം. Just like our finger, a mouse helps us to point the select things on a computer screen. See, നിങ്ങൾ ഇപ്പോൾ all of you listen. ഇപ്പൊ ഉറക്കം വരുന്നുണ്ടോ? അതാണ്ട് നെയിലക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടോ? മുത്തേ നെയില മോളെ ഉറക്കം വരുന്നുണ്ടോ? കുഞ്ഞെ അമ്മയുടെ മുഖം ഒന്ന് കഴുകി തരാൻ പറ. കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് മുഖം ഒന്ന് കഴുകിട്ട് ഓടിപ്പോരെ. ചെല്ല, സാരമില്ല. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? Does anyone feel sleepy? ബിയോണ, ആഹാ, ലേറ്റ് ആയിട്ട് വന്ന കുഞ്ഞിക്കാണ്ട് ഉറക്കം വരുന്നത്. ഓടിപ്പോയി മുഖം കഴുകിട്ട് ഓടിവാ. എന്റെ പാത്തുക്കുട്ടിക്കൊന്നും ഉറക്കം വരുന്നില്ല. ഓക്കെ, ദേവാങ്, യു ഫീൽ സ്ലീപ്പി? ഗോ ആൻഡ് വാഷ് യുവർ ഫേസ് ആൻഡ് കം ബാക്ക് ഫാസ്റ്റ്ലി. റൺ. അയാൻ, യു ടു ഫീൽ സ്ലീപ്പി? Okay, those who feel sleepy, please get up, run fastly, go and wash your face and come back. വേഗം മുഖം കഴുകിട്ട് ഓടിവാ. ഓക്കെ, ശരി. നൈലക്കുട്ടിയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞു. ദേവാങ്ക് വന്നു. പിന്നെ ഇവിടുന്ന് ഒരാളൂടെ കൈ കാണിച്ച് പോയായിരുന്നല്ലോ. തിരിച്ചു വന്നാ? പോയ ആളാരായിരുന്നു? ശരി, നമ്മള് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാം. വേർ ഈസ് യുവർ മദർ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വേർ ഈസ് യുവർ മദർ എന്ന് ചോദിച്ചാൽ എങ്ങനെ എന്നെ കാണിച്ചു തരുന്നേ? ഹൗ വിൽ ഷോ if your mummy is there? You will just show, oh, miss, my mummy is here, that is my mummy. അങ്ങനെ നിങ്ങൾ കൈ കൊണ്ട് കാണിച്ചു തരും അല്ലേ? അങ്ങനെ കൈ കൊണ്ട് കാണിക്കും. where is your father, where is your mother എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ, he is here, my mother is here, my brother is here, my sister is here, like this. You will show your with your fingers, isn't it? Okay, നിങ്ങൾ കൈ ചൂണ്ടി കാണിച്ചു തരും, എന്റെ അമ്മ ഇവിടെ ഉണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ട് എന്നല്ലേ? ഓക്കെ, see, how many fingers you have? How many fingers do you have? Only one finger? Then this many, 10 fingers, isn't it? All of you have 10 fingers, isn't it? And do you know the names of fingers? ഈ ഫിംഗേഴ്സിനൊക്കെ പേരുണ്ട്, അതറിയാവോ? അറിയില്ല അല്ലേ? നിങ്ങൾക്കൊക്കെ ഓരോ പേരില്ലേ? ദേവർഷ, ആദിത്യ, ജോബിന്, ജോയല്, നൈല, അലൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേരുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരിട്ടിട്ടില്ലേ? അതുപോലെ ഈ ഫിംഗേഴ്സിനും പേരുണ്ട്. എന്താന്നറിയാവോ? ABCD ഒന്നുമല്ല അതിന്റെ പേര്. ആർക്കറിയാവുന്ന ഒന്ന് കൈപ്പൊക്കിക്കേ. ലെറ്റ് മീ സീ. വിരലിന്റെ ഒക്കെ പേരറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കിക്കേ നോക്കട്ടെ. ഏബൽ മാത്യുവിന് അറിയാം. അറിയാവോ? ഏബൽ കൈയൊക്കെ പൊക്കിയിട്ടുണ്ടല്ലോ. ഏബൽ മാത്യുവിന് അറിയാമോ മോനെ? ഇല്ല. പിന്നെ ആർക്കറിയാവുന്നേ? ഫാത്തിമ കേമിന് അറിയാവോ? കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടല്ലോ. ആർക്കും അറിയില്ല. അയാൻ വിജേഷിന് അറിയാം അല്ലേ? ഓക്കെ, എന്റെ അയാൻ കുട്ടൻ എത്ര വിരലിന്റെ പേരൊക്കെ അറിയാമെന്നൊന്ന് നോക്കട്ടെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ, നോക്കട്ടെ കുഞ്ഞ്. കമോൺ. ഈ ഫിംഗേഴ്സിന്റെ ഒക്കെ പേരാ ചോദിച്ചത്. അറിയാമോ മുത്തിന്? മൗസിന്റെ അല്ല മുത്തേ ചോദിച്ചത്, ഫിംഗേഴ്സിന്റെ പേര്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊക്കെ പേരൻസ് പേരിട്ടിരിക്കുന്ന പോലെ ഈ ഫിംഗേഴ്സിനും പേരുണ്ട്. അറിയില്ല അല്ലേ? ഓക്കെ, ടീച്ചർ പറഞ്ഞു തരാം.
ഇത് ഏത് ഫിംഗർ ആണെന്നറിയാവോ? ഈ ഫിംഗർ എല്ലാവരുടെയും കാണട്ടെ. ടീച്ചർ കാണിച്ചേക്കുന്ന ഫിംഗർ സ്മോൾ ഫിംഗർ. റസീൻ അതല്ല, ലാസ്റ്റ് സ്മോൾ വൺ, ചെറിയത്, ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. രണ്ട് കൈയിലെയും സ്മോൾ ഫിംഗേഴ്സ് ഉണ്ടല്ലേ? ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഫിംഗേഴ്സ്. ഇതിന് പറയുന്ന പേര് സ്മോൾ ഫിംഗർ എന്നാണ്. രണ്ട് കൈയിലെയും ചെറിയ വിരൽ, നമ്മൾ ചെറുവിരൽ എന്ന് പറയും അല്ലെ, സ്മോൾ ഫിംഗേഴ്സ്. ഓക്കെ, സ്മോൾ ഫിംഗേഴ്സ് കഴിഞ്ഞതിന് തൊട്ടിപ്പുറത്തുള്ള ഫിംഗറിന് പറയുന്ന പേരെന്താണെന്നറിയാവോ? റിംഗ് ഫിംഗർ. രണ്ടാമത്തെ, അതായത് സ്മോൾ ഫിംഗറിന് തൊട്ടിപ്പുറത്തുള്ള ഫിംഗറിന് പറയുന്ന പേരാണ് റിംഗ് ഫിംഗർ. അതായത് മോതിരം ഇടുന്ന, റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോതിരം. മോതിരം ഇടുന്ന ഫിംഗർ. നിങ്ങളുടെ മമ്മിമാരുടെ കയ്യിൽ മോതിരം ഉണ്ടോ? ഉണ്ടാ? നോക്കിക്കേ, ഏത് ഫിംഗറിൽ ഇട്ടേക്കുന്നത്. ഇതിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല, ഏത് വിരലിലും ഇടാം. പക്ഷെ നമ്മൾ പറയുന്നത് റിംഗ് ഫിംഗർ എന്നാണ് കേട്ടോ. ഇപ്പം ചെറിയ റിംഗ് ആണെന്നൊരിക്കൽ സ്മോൾ ഫിംഗറിന് കൊടുക്കും. ഈ വലിയ ഇതാണ്, ഈ റിംഗ് ഫിംഗറിനേക്കാളും വലിയ റിംഗ് ആണ് ഉള്ളതെങ്കിൽ അത് ഈ നടുക്കുള്ള ഫിംഗറിനും കൊടുക്കും. പക്ഷെ പറയുന്നത് നമ്മൾ ഇതിന് റിംഗ് ഫിംഗർ എന്നാണ്. ഇനി നടുക്കുള്ള ഫിംഗർ ഇല്ലേ, എല്ലാവരും നടുക്കത്തെ ഫിംഗർ എടുത്തോ? അതായത് മിഡിൽ ഉള്ളത്, നടുക്ക്. സോ ദിസ് ഫിംഗർ ഈസ് നോൺ ആസ് മിഡിൽ ഫിംഗർ. എന്തെന്നാ? മിഡിൽ. മിഡിൽ മീൻസ് നടുക്ക്, നടുക്കുള്ളത്. ഇപ്പുറത്തെ രണ്ട് ഫിംഗർ, അപ്പുറത്തെ രണ്ട് ഫിംഗർ, നടുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് ഇതിന് പറയുന്നേ? മിഡിൽ ഫിംഗർ, നടുക്കത്തെ. ഇനി ഓക്കെ, നെക്സ്റ്റ് ദിസ് ഫിംഗർ, അത് കഴിഞ്ഞിട്ടുള്ളത്. ഈ വിരലിന് പറയുന്ന പേരാണ് പോയിന്റിംഗ് ഫിംഗർ. പോയിന്റിംഗ്, അതായത് പോയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, ചൂണ്ടുവിരൽ എന്ന് പറയും, ഒരാളെ കാണിക്കാൻ വേണ്ടി. If I suppose I ask, where is your friend, where is your father, where is your mother, you will say, here is my father, here is my mother, she is my auntie, he is my friend, അങ്ങനെ പറയല്ലേ? ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാണ്? ഈ വിരലും കൊണ്ടാണ് കാണിക്കുന്നത്. ആരെങ്കിലും കാണിക്കോ? ദിസ് ഈസ് മൈ ഫിംഗർ, അല്ല സോറി, ദിസ് ഈസ് മൈ ഫാദർ, ദിസ് ഈസ് മൈ മദർ എന്ന് പറയോ നമ്മള് ഈ വിരൽ ഉപയോഗിച്ചിട്ട്? ഏത് വിരൽ ഉപയോഗിച്ച് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നേ? Yes, this one. So this finger is known as a pointing finger. Pointing means ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇവിടെ വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ. ആ ഫിംഗറിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? തമ്പ്. തമ്പ് എന്താന്ന് പറയുന്നേ? തമ്പ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മക്കളെ, ഒന്നുകൂടെ പറയാം. സ്മോൾ ഫിംഗർ, റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, പോയിന്റിംഗ് ഫിംഗർ ആൻഡ് തമ്പ്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും വലിയതായിട്ടുള്ള ഫിംഗർ ഏതാണ്? നിങ്ങളുടെ കയ്യിലൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയ ഫിംഗർ ഏതാണെന്ന്. ഇറ്റ് ഈസ് മിഡിൽ ഫിംഗർ. ഇറ്റ് ഈസ് മിഡിൽ ഫിംഗർ. നടുക്കുള്ള വിരലാണ് എല്ലാവരുടെയും വലുത് അല്ലെ? ഏറ്റവും ചെറുത് എപ്പോഴും സ്മോൾ ഫിംഗറും ആയിരിക്കും. എല്ലാത്തിനും വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് അല്ലെ? എല്ലാവരും ഒരുപോലെയാണ്. 5 വിരലും നോക്കിക്കേ, എല്ലാവരുടെ 5 വിരലും ഒരുപോലെ ഉണ്ടോ ആരുടെയെങ്കിലും? ഒരേ വലിപ്പാണോ? ഇല്ല, ഒന്ന് ചെറുതോ ഒന്ന് വലുതോ ഒന്നിച്ചിട്ട് തടിച്ചതോ ഒക്കെ ആയിട്ടായിരിക്കും അല്ലെ? അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഓരോ വിരലിനും ഓരോ ഉപയോഗമാണ്. നിങ്ങൾക്കൊരു പേന പിടിക്കണമെങ്കിൽ എന്ത് വേണം? ഈ 2 വിരൽ എന്തായാലും വേണം. പേനയോ പെൻസിലോ പിടിക്കണമെങ്കിൽ. നിങ്ങൾ പെൻസിൽ ഒന്ന് എടുത്ത് കൈ പിടിച്ച് നിങ്ങൾ നോക്കട്ടെ, ഏത് വിരൽ ഉപയോഗിച്ച്? സ്മോൾ ഫിംഗർ ഉപയോഗിച്ചിട്ടാണോ പെൻസിൽ പിടിച്ചിട്ടാണ് എഴുതുന്നേ? അപ്പൊ നമ്മൾ ഇത് വേണം. പിന്നെ കൂടത്തിൽ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പിടിക്കുന്നതൊക്കെ അല്ലെ? ഓക്കെ, ഇപ്പൊ മിസ് ഇത്രയും പറഞ്ഞത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പാർട്ടല്ല, ജസ്റ്റ് ഈ പോയിന്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പോയിന്റിംഗ് ഫിംഗർ പോലെ നമ്മൾ ഒരു സാധനത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോയിന്റിംഗ് ഫിംഗർ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് കമ്പ്യൂട്ടറിലെ മൗസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, so just like our finger, a mouse helps us to point and select things on the computer screen. ഇപ്പൊ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് എനിക്ക് ഇത് വേണം അത് വേണം. നമ്മളൊരു കടയിലൊക്കെ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ ഏത് സാധനമാണ് വേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പം കുറച്ച് ഡ്രസ്സുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഇതാരാ? സയാനാ? സയാൻ സുഖാണോ? നീ എപ്പോഴാ റസീന്റെ അടുത്ത് വന്നേ? അതെയോ? യോ മമ്മി ഈസ് ദേർ?
മമ്മി ഇവിടെയാണുള്ളേ? ഓക്കെ ഓക്കെ. ബേബി ബേബി കുഞ്ഞാവ ഓക്കെ 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 കം. സോ ഓക്കെ ഓക്കെ, പിന്നെ കാണാം കേട്ടോ. മുത്തേ ഒരു മിനിറ്റ്. ശരി. നമ്മളിപ്പോ ഒരു കടയിൽ തുണി എടുക്കാൻ പോകും. നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഒരു ഉടുപ്പ് കണ്ടു, ഷർട്ട് കണ്ടു, അല്ലെങ്കിൽ ഉടുപ്പ്, നിങ്ങൾക്ക് എന്താ ഡ്രസ്സ് വാങ്ങാൻ പോയത്. അപ്പൊ നിങ്ങൾ അതിന്റെ തന്നെ പല കളറിലുള്ളതുണ്ടാകും, പല മോഡൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഏത് വേണമെന്ന് എങ്ങനെ പറയും? ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, എനിക്ക് ഇത് വേണം, അല്ല അത് മതി, അല്ല അതിന്റെ അപ്പുറത്ത് വേണം, അങ്ങനെ കാണിക്കും. കൈ വിരൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും അല്ലേ? ലൈക്ക് ദാറ്റ് വേ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ഏത് പ്രോഗ്രാംസ് ഒക്കെയാണോ ഓപ്പൺ ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ മൗസ് ഉപയോഗിച്ച്, മൗസിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, അത് ഉപയോഗിച്ച് ഇങ്ങനെ നീക്കി നമുക്കത് ക്ലിക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റും. ഓക്കെ. So when you move the mouse, an arrow moves on the screen. This arrow is called the mouse pointer. ഞാനൊരു നിങ്ങളെ ഇത് ഷെയർ ചെയ്ത് കാണിക്കാം. സെക്കൻഡ്. സോറി, ഇതിനകത്തൊന്നും നടക്കൂല. ആരതാ വരച്ചയാൾ ഇപ്പൊ ഇട്ട പാടെ? ഞാൻ ഇതില് നോക്കിക്കേ, നിങ്ങൾ ഇവിടെ ഒരു ആരോ മാർക്ക് ഇങ്ങനെ അനങ്ങുന്നത് കണ്ടോ? ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒരു പെൻസിൽ പോലെ ഒരു സാധനമാണ്, അല്ലെങ്കിൽ ആരോ മാർക്ക്. മൗസിന്റെ ടീച്ചറിന്റെ ലാപ്പിൽ ചെയ്യുന്നതുകൊണ്ട് മൗസിലല്ല ചെയ്യുന്നത്, സ്ക്രീൻ പാഡിലാണ്. നമുക്ക് കണ്ടോ മൂവ് ചെയ്യുന്നുണ്ടോ? എന്താ വരച്ചത് കണ്ടാ? ഓക്കെ. ഇത് ഈ സാധനം മൗസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ അനങ്ങുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ സ്ക്രീനില്? യെസ്, ഗുഡ്. ഗുഡ്. എല്ലാരും കണ്ടോ? ഓക്കെ. സോ നമ്മള് മൗസ് ഇങ്ങനെ അനക്കുമ്പോൾ ഒരു ആരോ മാർക്ക് കാണാം. ആരോ മാർക്ക് മൂവ്സ് ദ സ്ക്രീൻ. നമുക്ക് സ്ക്രീനിൽ എങ്ങോട്ട് വേണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് നമ്മുടെ സ്ക്രീനിൽ കുറെ എല്ലാ കുട്ടികളെയും ടീച്ചർ കാണുന്നുണ്ട്. ദേവാങ്കൊക്കെ എന്തുവാ മുത്ത ചെയ്യുന്നത്? അവിടെ ആരോട് സംസാരിക്കുന്നേ? ദേവാങ്കേ, ടീച്ചർ കാണുന്നുണ്ടേ. അതുകൊണ്ട് എല്ലാവരും കാണാം. അപ്പൊ ടീച്ചറിന് ഒരാളെ അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ആ പേരുള്ള ആളുടെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. I point with my index finger. Okay. Always keep the mouse on a mouse pad. മൗസ് നമ്മൾ എപ്പോഴും അതിന്റെ അടിയിൽ ഒരു പാഡ്, മൗസ് പാഡ് വെച്ചിട്ട് വേണം. നല്ല ടേബിളിലൊക്കെ വെച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഉറഞ്ഞിട്ടൊക്കെ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മൗസ്. ഇവിടെ നോക്കിയാൽ 3 തരത്തിലുള്ള മൗസിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ. രണ്ടാമത്തെ മൗസിന്റെ നോക്കി പേജ് നമ്പർ 33 രണ്ടാമത്തെ മൗസ് നോക്കിയേ 3 ആയിട്ട് തിരിച്ചിട്ട് അത്. പിന്നെ മുമ്പേ അലൻ കാണിച്ചതുപോലെ സ്ക്രോൾ വീലുള്ള ഒരു മൗസ്. Different types of mouse is there. First one, this mouse has 2 buttons. This is called 2-buttoned mouse. ആദ്യത്തെ മൗസിൽ 2 ബട്ടണേ ഉള്ളൂ, റൈറ്റും ലെഫ്റ്റും. അതിനെ വിളിക്കുന്ന പേരാണ് 2-buttoned mouse. നെക്സ്റ്റ് വണ്ണില് രണ്ടാമത്തെ ഇതില് this mouse has 3 buttons. 3 ബട്ടൺസ് ഉണ്ട്. So this is called 3-buttoned mouse. 3 എന്നുള്ളത്. മൂന്നാമത്തെ ഇതിൽ നമുക്ക് സ്ക്രോൾ ബട്ടൺ ഉണ്ട്, സ്ക്രോൾ വീല് അല്ലെ? അലൻ മുമ്പേ കാണിച്ചതുപോലത്തെ.
This mouse has 2 buttons and scroll wheel instead of the middle button. രണ്ടാമത്തേതില് നടുക്കൊരു മിഡിൽ ബട്ടൺ ആണുള്ളത്, അതിന് പകരം ഇവിടെ സ്ക്രോൾ വീൽ ആണുള്ളത്. This is called the scroll mouse. അതിന് പറയുന്ന പേര് സ്ക്രോൾ മൗസ്. എന്റെ ആലൻകൂട്ടന്റെ മൗസ് ഒന്നുകൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? അലൻ ജോസഫ് എടുത്തു വെച്ചിരിക്കുവാണോ? ഓക്കെ, ഇത്തിരി കൂടി സൈഡിലോട്ട് ഇങ്ങോട്ട് നിൽക്കാമനെ, ഇച്ചിരി കൂടി ഇപ്പുറത്തോട്ട് നിൽക്കുക, ഇപ്പുറത്തോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതില് നോക്കിക്കേ, അതില് റൈറ്റും ലെഫ്റ്റും ഉണ്ട്, പിന്നെ സ്ക്രോൾ വീലും ഉണ്ട്, 3 എണ്ണം ഉണ്ട്. റൈറ്റ് ബട്ടൺ ഉണ്ട്, ലെഫ്റ്റ് ബട്ടൺ ഉണ്ട്, സ്ക്രോൾ വീലും ഉണ്ട്. ഓക്കെ, താങ്ക് യു. വെച്ചോ മോനെ. സോ ആ മൗസ് ഒരു സ്ക്രോൾ മൗസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഹൗ ടു ഹോൾഡ് എ മൗസ്. ഇനി മൗസ് എങ്ങനെ പിടിക്കാം എന്നുള്ളതാണ് ടീച്ചർ പറയുന്നത്. ശകബ്രക്കുട്ടി അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കണ്ട, മുത്തി ഇവിടെ ശ്രദ്ധിക്കൂട്ടോ. പ്ലേസ് ദ മൗസ് ഓൺ എ മൗസ് പാഡ് ടു മൂവ് ഇറ്റ് ഈസിലി. നമ്മൾ ടേബിളൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി റഫ് ആയിട്ടുള്ള ടേബിളൊക്കെ ആണെങ്കിൽ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നീക്കുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മൗസ് പാഡിൽ വെക്കുക. ദ ബട്ടൺസ് ഓഫ് മൗസ് ഷുഡ് പോയിന്റ് ടുവേർഡ്സ് ദ കമ്പ്യൂട്ടർ. അതായത് അത് നമ്മള് കമ്പ്യൂട്ടറിൽ നമ്മുടെ കൈയുടെ ഇൻഡെക്സ് ഫിംഗർ, തമ്പ്, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, ലിറ്റിൽ. നെക്സ്റ്റ് പേജ് നമ്പർ 34 എടുത്തേ. പേജ് നമ്പർ 34 കണ്ടോ? ടീച്ചർ പഠിപ്പിച്ച ഫിംഗേഴ്സ് ഒക്കെ കണ്ടോ? ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ പോയിന്റിംഗ് ഫിംഗർ, ആ ഒരു ഇതേ ഉള്ളൂ. തമ്പ്, ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ പോയിന്റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, ലിറ്റിൽ ഫിംഗർ അല്ലെങ്കിൽ സ്മോൾ ഫിംഗർ. സേറക്കുട്ടി, സേറ സ്റ്റക്കാണോ? സേറക്ക് ഉറക്കം വരുന്നുണ്ടോ? സേറ കേൾക്കുന്നുണ്ടോ മോളെ? സേറ കേൾക്കുന്നുണ്ടോ? സേറ മുത്തേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മോളെ? ഉണ്ടോ? അല്ല, കുഞ്ഞു ഉറങ്ങുന്ന പോലെയോ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയോ കണ്ടു, അതുകൊണ്ട് ചോദിച്ചാ. ഉറക്കം വരുന്നുണ്ടോ മുത്തിന്? ഇല്ലേ? ഓക്കെ, ശരി. എന്നാൽ സ്റ്റക്ക് ആയതിന്റെയാണ്. ഓക്കെ, ശരി. നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ഫിംഗേഴ്സ്? തമ്പ്, ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ പോയിന്റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ ആൻഡ് ലിറ്റിൽ ഫിംഗർ ഓർ സ്മോൾ ഫിംഗർ. ഒന്നെങ്കിൽ ലിറ്റിൽ ഫിംഗർ എന്ന് പറയും, അല്ലെങ്കിൽ സ്മോൾ ഫിംഗർ എന്ന് പറയും. പിന്നെ പോയിന്റിംഗ് ഫിംഗർ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ എന്നും പറയും. ഓക്കെ, അപ്പൊ ആ ഫിംഗേഴ്സ് നമ്മൾ ഇപ്പോഴത്തെ രണ്ടാമത്തെ പിക്ചറിനൊക്കെ കറക്റ്റ് വേ ടു ഹോൾഡ് ദ മൗസ്. നമ്മളുടെ തമ്പ് ഇപ്പുറ സൈഡിലായിരിക്കണം, നമ്മുടെ പോയിന്റിംഗ് ഫിംഗർ ഓർ ഇൻഡെക്സ് ഫിംഗർ അത് വെക്കേണ്ട സ്ഥലം കണ്ടോ? നെക്സ്റ്റ് നമ്മുടെ മിഡിൽ ഫിംഗർ സ്ക്രോളിന്റെ അപ്പുറത്താണ് വെക്കേണ്ടത്, സ്ക്രോൾ ബട്ടന്റെ അപ്പുറത്ത് വെക്കണം. നെക്സ്റ്റ് നമ്മുടെ റിംഗ് ഫിംഗറും സ്മോൾ ഫിംഗറും കൂടെ, അതായത് തമ്പും പിന്നെ നമ്മുടെ സ്മോൾ ഫിംഗർ അല്ലെങ്കിൽ ലിറ്റിൽ ഫിംഗറും വേണം നമ്മൾ മൗസ് പിടിക്കാൻ വേണ്ടിയിട്ട് അടിവശത്തായിട്ട് സൈഡ് ബേസിൽ വെക്കണം. ആ ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ കണ്ടോ? Okay, next the steps to hold the mouse are given below. Hold the mouse and rest your palm gently on it. നിങ്ങളൊക്കെ എന്താ പറഞ്ഞ മൗസ് ഒക്കെ പതിയെ ജെന്റ്ലി സോഫ്റ്റ് ആയിട്ട് വേണം എടുക്കാൻ, അല്ലാതെ ടപ്പോന്നും പറഞ്ഞിട്ട് പോയിട്ട് എടുക്കുകയും പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആകും. എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് ജെന്റ്ലി വി ഹാവ് ടു ഹോൾഡ് ഇറ്റ്. യുവർ തം ഷുഡ് ബി ഓൺ വൺ സൈഡ് ഓഫ് ദ റിംഗ് ഫിംഗർ ആൻഡ് ലിറ്റിൽ ഫിംഗർ ഷുഡ് ബി ഓൺ ദി അതർ സൈഡ് ഓഫ് ദ മൗസ്. തമ്പും സ്മോൾ ഫിംഗറിലെ ലിറ്റിൽ ഫിംഗറും മൗസിന്റെ രണ്ട് സൈഡിലും സൈഡ് ബേസിൽ നമ്മൾ പിടിക്കണം. നെക്സ്റ്റ്, കീപ് യുവർ ഇൻഡെക്സ് ഫിംഗർ ഓൺ ദ ലെഫ്റ്റ് മൗസ്. അതായത് നമ്മുടെ പോയിന്റിംഗ് ഫിംഗർ ലെഫ്റ്റ് മൗസിൽ വരണം. ആൻഡ് യുവർ മിഡിൽ ഫിംഗർ ഓൺ ദി റൈറ്റ് മൗസ് ബട്ടൺ. അവർ മിഡിൽ ഫിംഗർ ഷുഡ് ബി ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദ റൈറ്റ് ബട്ടണിൽ പിടിക്കണം. ദീസ് 2 fingers will help to click on the mouse. ഈ 2 ഫിംഗർ, അതായത് pointing finger or index finger and the middle finger should be on right and left buttons.
സോ ദിസ് വിൽ ഈ രണ്ട് ഫിംഗർ ഉപയോഗിച്ചാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. പോയിന്റിംഗ് ഫിംഗറും പിന്നെ മിഡിൽ ഫിംഗർ ഉപയോഗിച്ചാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. These two fingers will help by you in clicking on the mouse. You are now ready to move the mouse around the mouse pad. ഇനി നമ്മള് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 99% or 98% people use their right hand for doing some works and all. Only few students will use the left hand. വളരെ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് അല്ലെ. നമ്മള് വലത് കൈ കൊണ്ടാണ് നിങ്ങൾ എഴുതുകയും ഭക്ഷണം കഴിക്കുകയും മറ്റു ജോലികളൊക്കെ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആരെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന ആരെങ്കിലും കുട്ടികളുണ്ടോ? ഭക്ഷണം കഴിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ചിലർക്ക് ദേവാംഗ് സ്ലീപ്പിംഗ്. ദേവാംഗേ ദേവാങ്കിന്റെ അമ്മ അടുത്തില്ലേ? ദേവാങ് എനിവേ ടൈം തീരാനായി, കുഞ്ഞിനെ വിളിച്ചേപ്പിക്കണ്ട, ഉറങ്ങുന്നു. ശരി, അപ്പൊ നമ്മള് ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കുട്ടി ഇരിക്കുന്ന എഴുതുന്ന കേരള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് അവർ എഴുതുന്നത്. ഭക്ഷണം കഴിക്കുന്നവര്, പിന്നെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നവരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കളിക്കുന്നവരൊക്കെ ഇല്ലേ? ഓക്കെ, അത് നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും തന്നെ റൈറ്റ് ഹാൻഡ് ആണ്. ഇനി ഇവിടെ നോക്കാം, റാം ഈസ് റൈറ്റ് ഹാൻഡഡ്. ഹി ഡസ് എവറിത്തിങ് വിത്ത് ഹിസ് റൈറ്റ് ഹാൻഡ്. ഹി റൈറ്റ്സ് വിത്ത് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ദിസ് ഈസ് ഹൗ ഹി ഹോൾഡ്സ് ദ മൗസ്. സോ താഴെ തന്നിരിക്കുന്ന പേജ് നമ്പർ 34 ലാസ്റ്റ് തന്നിരിക്കുന്ന 2 പിക്ചർ. റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആള് ഹോൾഡ് ചെയ്തേക്കുന്നത് ഈ രണ്ട് സൈഡും, പിന്നെ ഇതും ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നത്. ബട്ട് വേറൊരാള് ജോൺ ഈസ് ലെഫ്റ്റ് ഹാൻഡഡ്. വേറൊരാള് ലെഫ്റ്റ് ഹാൻഡ് ആണ്, ഇടത് കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ആള് എന്ത് ചെയ്യുന്നു? ഷീ യൂസസ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഡു തിങ്സ്. ഷീ റൈറ്റ്സ് വിത്ത് ഹെർ ലെഫ്റ്റ് ഹാൻഡ്. ദിസ് ഈസ് ഹൗ ഷീ ഹോൾഡ്സ് എ മൗസ്. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഇടത്തെ കൈ കൊണ്ട് എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് ജോൺ എന്ന് പറയുന്നത്. ആ ആള് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇടത്തെ കൈ കൊണ്ട് മൗസ് പിടിക്കുന്ന വ്യത്യാസം കണ്ടോ? നമുക്കത് വശമില്ല. അതുകൊണ്ട് നിങ്ങളോട് ഇടത്ത് കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണോ? അല്ല, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു, ഇന്നത്തെ കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ ദെൻ. See you on next Thursday. Bye bye. Okay. Love you. Bye bye. ഇനി ഉറങ്ങുന്നവർക്ക് ഉറങ്ങിക്കോ. ദേവാങ്കിന്റെ അമ്മയോട് പറയാം വിളിച്ചെണീപ്പിക്കാൻ, പാവം.